അങ്ങനെ വൈജയന്തി കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, എന്നതാടി രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇവിടെ ഒരു ഒച്ചയും ബഹളമൊക്കെ. അപ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, ഓ അതോ, അത് അമ്മയുടെ പുന്നാര മോള് ആദ്യമായിട്ട് അടുക്കള കയറിയതിൻ്റെ ബഹള. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ആര്, ബബിതയോ? അതവൾ എന്നതേലും തിന്നാൻ വേണ്ടി കയറിയതോ, അല്ലാതെ അടുക്കളയുടെ ഏഴയലത്ത് അവളെ കാണത്തില്ലല്ലോ. അപ്പം കൃഷ്ണമോള് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതൊക്കെ പണ്ട്. ഇപ്പം ബബിതേച്ചി അടുക്കള കയറിയത് ബബിതേച്ചിക്ക് വേണ്ടിയല്ല, അലീനേച്ചിക്ക് വേണ്ടിയാ. അത് കേട്ടതും വൈജയന്തിക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിട്ടോ. അലീനയ്ക്ക് വേണ്ടിയോ? അപ്പം അവളെ കൊണ്ട് പണിയും കൂടി അടുപ്പിച്ചു തുടങ്ങിയോ? അപ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, ഇവിടെ ആരും ആരെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കുന്നില്ല. എല്ലാ പണിയും അലീനേച്ചി ഒറ്റയ്ക്ക് തന്നെ എടുക്കാറ്. ഇന്ന് അലീനേച്ചിക്ക് തീരെ വയ്യ, നല്ല പനിയുണ്ട്. ബബിതേച്ചി അലീനേച്ചിക്ക് ചുക്കുകാപ്പി ഉണ്ടാക്കാൻ വേണ്ടി കയറിയതാ. ഇത് കേട്ടപ്പോൾ വൈജയന്തിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു തരാൻ പറഞ്ഞാൽ മടിച്ച് മടിച്ച് നിൽക്കുന്നവളാ ഇന്ന് അവൾക്ക് വേണ്ടി ചുക്കുകാപ്പി ഉണ്ടാക്കിയേക്കുന്നു. അവളുടെ കൈവശം ശരി കേട്ടിട്ടുണ്ട്. ഇത് കേട്ട് കൃഷ്ണമോള് പറയുന്നുണ്ട്, അലീന ചേച്ചിയുടെ കയ്യിൽ ആകെ ഒരു കൈവശമുള്ളൂ, അത് സ്നേഹമാണ്. അലീന ചേച്ചിയുടെ ഒപ്പം ആരൊക്കെ നിൽക്കുന്നുണ്ടോ അവരെല്ലാം ചേച്ചിയുടെ സ്നേഹവും കരുതലും ഒക്കെ അനുഭവിച്ചവരാ. ഇത് കേട്ട് വൈജയന്തിക്ക് ദേഷ്യം വരാൻ തുടങ്ങിട്ടോ. ഓ, അവൾ വലിയ മദർ തെരേസയല്ലേ, ലോകം മുഴുവൻ സ്നേഹവും കാരുണ്യവും ഒക്കെ പരത്താൻ വന്നവള്. അപ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, അതെ, മദർ തെരേസ തന്നെയാ. ആ മദർ തെരേസ ഉള്ളതുകൊണ്ടാ അമ്മയുടെ മോൻ ഇപ്പം 4 വാക്ക് സംസാരിക്കാൻ തുടങ്ങിയത്. സ്നേഹം കൊണ്ട് മാത്രമേ ആൾക്കാരെ കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ, അതമ്മ ആദ്യം മനസ്സിലാക്കുക. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ പറഞ്ഞ് കൃഷ്ണമോൾ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. വൈജയന്തിക്കാണെങ്കിൽ ഇതൊന്നും കേട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവൾ എല്ലാവരെയും പക്ഷം ചേർത്ത് താൻ ഒറ്റയ്ക്കായിരുന്ന മട്ടിലാണ് കേട്ടോ വൈജയന്തി നിൽക്കുന്നത്. അങ്ങനെ ബബിത വന്ന് രോഹിത്തിനോട് അലീനയ്ക്ക് വയ്യാത്ത കാര്യം പറയുന്നുണ്ട്. അത് കേട്ടതും രോഹിത്ത് അലീനയുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. അലീനയെ പിടിച്ച് എഴുന്നേപ്പിച്ച് ഇരുത്തുന്നൊക്കെയുണ്ട്. ബബിതയ്ക്കാണെങ്കിൽ ഇന്ന് പരീക്ഷയുള്ള ദിവസമാണ്. എന്നാൽ പോലും അവൾ അലീനയുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അലീനയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തു. അത് മരുന്നായാലും ഭക്ഷണമായാലും എല്ലാം നോക്കുന്നത് ബബിതയാണ് കേട്ടോ. അലീനയുടെ കാര്യത്തിൽ ബബിതയ്ക്ക് ഒരു പ്രത്യേക ശ്രദ്ധയുണ്ട്. ആ ഇഷ്ടം മനസ്സിലാക്കി തന്നെ ബബിത ചെയ്തോട്ടെ എന്ന് കരുതി കൃഷ്ണമോള് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. ബബിത പുറമേ ദേഷ്യത്തോടെ സംസാരിക്കെങ്കിലും അത് അലീനയോടുള്ള ഇഷ്ടമാണെന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ വന്ന് അലീനയെ പരിശോധിക്കുന്നുണ്ട്. മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം ഡോക്ടർ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡോക്ടറെ യാത്രയാക്കി ബാലേന്ദ്രൻ തിരിച്ചു വരുമ്പോൾ 3 പേരും അലീനയുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ബബിതയാണെങ്കിൽ രോഹിത്തിനോട് പ്രത്യേകം പറയുന്നുണ്ട്, നീ പനിച്ചു കിടന്നപ്പോൾ അലീന ചേച്ചി എങ്ങനെയാണോ നിന്നെ നോക്കിയത്, അതൊക്കെ ഇപ്പം തിരിച്ചു കൊടുക്കാൻ സമയമായി. ഇന്ന് എനിക്ക് എക്സാം ഉള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാനിവിടെ കൂട്ടിയിരുന്നേനെ. കൃഷ്ണയ്ക്കും സ്കൂളിൽ പോകണം, പിന്നെ ഇവിടെ ചേട്ടൻ മാത്രമല്ലേ ഉള്ളൂ, നന്നായി നോക്കിക്കോണം. അപ്പം രോഹിത്ത് പറയുന്നുണ്ട്, അത് നീ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കറിയാം, എൻ്റെ ചേച്ചിയല്ലേ, ഞാൻ നന്നായി നോക്കിക്കോളാം. ഇതൊക്കെ കണ്ട് ബാലേന്ദ്രന് വലിയ സന്തോഷമാവുന്നുണ്ട് കേട്ടോ. തൻ്റെ എല്ലാ മക്കളും സ്നേഹത്തോടെ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട്. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇവിടെ ഒരാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് കിടന്നപ്പോൾ കൂട്ടിരിക്കാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പം അലീനയ്ക്ക് പനിയാന്ന് അറിഞ്ഞപ്പോൾ 3 പേരാ നോക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ. അല്ലേലും നമ്മളെ ആർക്കും വേണ്ടല്ലോ. അപ്പം ബബിത പറയുന്നുണ്ട്, ഒന്ന് പോ അച്ഛ അവിടെ നിന്ന്, ഇനി അച്ഛന് വയ്യാതാവട്ടെ, ഞാൻ നോക്കിക്കോളാം അച്ഛന്, അതുപോലെ. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഓ മതിയേ, അത്രയെങ്കിലും പറഞ്ഞല്ലോ, അത് തന്നെ സന്തോഷം. അപ്പോൾ ഇത്രയാണ് കേട്ടോ നാളെ സംഭവിക്കാൻ പോകുന്നത്. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്